രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം നിർവഹിച്ചവർക്ക് രാജ്യം നൽകുന്ന ആദരം. ഇന്ന് 3 പേർക്കാണ് ഭാരതരത്ന നൽകിയിരിക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ നായകൻ MS സ്വാമിനാഥനും പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് വർഷം 5 ഭാരതരത്നയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 4 പേരും രാഷ്ട്രീയക്കാരാണ്. ഭാരതരത്ന പ്രഖ്യാപനങ്ങളിൽ രാഷ്ട്രീയമുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ഇലക്ഷൻ ചാനൽ പരിശോധിക്കുന്നത്. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. മൂന്ന് പേർക്കാണ് ഇന്ന് ഭാരതരത്നം ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗ്, മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു, അതുപോലെ ഡോക്ടർ MS സ്വാമിനാഥൻ. സംഭാവന നൽകിയ മേഖലകൾ: രാഷ്ട്രനിർമ്മാണം, സാമ്പത്തിക പരിഷ്കരണങ്ങൾ, കാർഷിക പുരോഗതി. മനു, ഈ നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഈ ഭാരതരത്ന പുരസ്കാരത്തിൻ്റെ പുറകിലെ ഒരു രാഷ്ട്രീയമാണല്ലോ. ഇപ്പോൾ ഈ ഇലക്ഷൻ ഇയറിൽ 4 രാഷ്ട്രീയ നേതാക്കൾക്കാണ് ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് തന്നെ 1954 ഭാരതരത്ന പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത്. അന്ന് നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണനെ പോലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് ആദ്യം ഭാരതരത്നം ലഭിക്കുന്നത്. CV രാമന് ഭാരതരത്നം ലഭിക്കുന്നു. ഒപ്പം നമ്മുടെ C രാജഗോപാലാചാരിക്കും ഭാരതരത്ന ലഭിക്കുന്നുണ്ട്. പക്ഷേ 1955 ആകുമ്പോഴേക്കും ഇത് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണല്ലോ. ഇത് 1955 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനാണ് നൽകുന്നത്. അപ്പോൾ അതായത് പണ്ഡിറ്റ് നെഹ്റു തന്നെ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു കാലയളവിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഭാരതരത്നയ്ക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി എന്നൊരു ആരോപണം ഈ ഘട്ടത്തിലെങ്കിലും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അങ്ങനെ ഒരു പണ്ഡിറ്റ് നെഹ്റുവിന് ഭാരതരത്നം നൽകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഏതായാലും അന്ന് തന്നെ ഈ ഭാരതരത്ന രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നതിൻ്റെ ഒരു അത്തരം ഒരു പരാമർശം, അത്തരം ഒരു പ്രതികരണം അത് ഇടവരുത്തുന്നതിന് അത് ഇടവരുത്തി. അതേപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും. ഇന്ദിരാഗാന്ധിയും അവരുടെ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് തന്നെ ഭാരതരത്നം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ 2 വിഷയങ്ങളും ഇപ്പോൾ വലിയ തോതിൽ അത് ചർച്ചയായി വീണ്ടും ഉയർന്നു പോകുകയാണ്. സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിക്കുന്ന 1971 അതേസമയം നോക്കൂ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിന് ഭാരതരത്നം ലഭിക്കാൻ അത് നമ്മൾ പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. 2 പതിറ്റാണ്ടുകൾ എന്നതാണ് അതിലെ ഏറ്റവും രസകരമായ കാര്യം. 90-ലാണ് അംബേദ്കറിന് ഭാരതരത്ന പുരസ്കാരം നൽകുന്നത്. അപ്പോൾ അത്രയും കാലം പിന്നെ രാജ്യത്തിന് കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ്. അപ്പോൾ ഈ ഭാരതരത്ന എല്ലാ കാലത്തും അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് എന്ന വിഷയം പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്നു. വലിയ തോതിൽ അതിൻ്റെ രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ 4 വ്യത്യസ്തരായ 4 പേരും രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ CV രാമനെ പോലുള്ളവരെ നമ്മൾ ആദരിച്ചിട്ട് നമുക്ക് ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കാമരാജ് അദ്ദേഹം കോൺഗ്രസിനാണ് ഒരു പക്ഷേ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഭാരതരത്നം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എല്ലാ കാലഘട്ടത്തിലും പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ചൗധരി ചരൺ സിംഗ് ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 പേരിൽ ഒരാൾ ചൗധരി ചരൺ സിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ചൗധരി ചരൺ സിംഗിൻ്റെ ഒരു വിഷയം ഉയർന്നു വന്നത് ഈ RLD അവിടെ അതെ അത് ഈ ഉത്തർപ്രദേശിലെ ഒരു ശക്തിയാണ്. അവർക്ക് വലിയ അങ്ങനെ ഒരു രാഷ്ട്രീയ സീറ്റുകൾ നമുക്കങ്ങനെ പറയാനില്ലെങ്കിലും അത് ജാട്ടുകൾക്കിടയിൽ വലിയ അവർക്കൊരു ശക്തിയുണ്ട്. ഏതാണ്ട് 10-30 സീറ്റുകളിൽ അവർ നിർണായകമാണ്. അപ്പോൾ RLDയുമായി ഈ രാഷ്ട്രീയ ലോക്ദളുമായിട്ടുള്ള ഈ ചർച്ച നടത്തിയ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ചൗധരി ചരൺ സിംഗിന് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകണം എന്നുള്ളത്. രാഷ്ട്രീയ ലോക്ദളിന് 2004 ഒരു വലിയൊരു ശക്തമായ
ഒരു സാന്നിധ്യം പാർലമെൻറ്റിൽ ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പിന്നെ സമയത്ത് അവർക്ക് 3 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ 33 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. അതിൽ 9 അവർക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ അവർക്ക് ജയിക്കാൻ കഴിയും. മനു, അത് പറയുമ്പോൾ ഈ ചൗധരി ചരൺ സിംഗിന് എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? അല്ല, ഇപ്പോൾ അതിൽ പ്രധാനമായി വരുന്നത് ഈ ചൗധരി ചരൺ സിംഗ്, അതാണ് സുബി ചോദിച്ച വളരെ നിർണായകമായ ഒരു ചോദ്യം. ഇതിൻ്റെ ഉത്തരം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചരിത്രത്തെ മുഴുവൻ റദ്ദ് ചെയ്യുക എന്നുള്ളത്, കോൺഗ്രസ് പാരമ്പര്യത്തെ റദ്ദ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യം, അത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ NDA ഈ സർക്കാരിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അങ്ങനെ ഉണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ്. ഏതായാലും ഇതിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. കാരണം ഈ ചരൺ സിംഗ് നമുക്കറിയാം, അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്തേക്കാണ് വരുന്നത്. അദ്ദേഹം പിന്നെ ഒരു കർഷക കുടുംബത്തിൽ നിന്നായിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ചൗധരി ചരൺ സിംഗ് അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം ആദ്യമായി പിന്നെ പണ്ഡിറ്റ് നെഹ്റുവിനെതിരെ ശക്തമായ പിന്നെ നാഗ്പൂർ സമ്മേളനത്തിൽ നെഹ്റുവിൻ്റെ ശൈലി ശരിയല്ല എന്നൊരു നിലപാട് അദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ്. അപ്പം നെഹ്റുവിനെ വിമർശിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ചൗധരി ചരൺ സിംഗ് ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയനായി. ഒപ്പം തന്നെ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് വലിയ ചെറുത്തുനിൽപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ എല്ലാ കാരണങ്ങളും കൂടിയാണ് ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പുരസ്കാരം നൽകാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? അതെ, അതെന്താണെന്ന് വെച്ചാൽ ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ക്യാമ്പയിൻ BJPക്കെതിരെ വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായും അത് പറയുന്നത് ഇവിടെ ഏകാധിപത്യം വരുന്നു, സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മപ്പെടുത്താൻ, ആ വിഷയം ചർച്ച ചെയ്യാനും ചൗധരി ചരൺ സിംഗിൻ്റെ ഇത് സഹായകമാകും. ഇപ്പോൾ ഈ രാഷ്ട്രീയ ലോക്ദളിന് പിന്നെ 2 മന്ത്രിമാർ കൂടി UP ക്യാബിനറ്റിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. കാരണം ഈ ചരൺ സിംഗിൻ്റെ മകൻ്റെ മകൻ എന്ന് വെച്ചാൽ പിന്നെ ജയന്ത് ചൗധരി ഇപ്പോൾ അവിടുത്തെ ഇതിൻ്റെ ഒരു നേതാവാണ്. അജിത് സിംഗ് ആണ് ഇവരുടെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത്. ജാട്ടുകൾക്കും കർഷകർക്കും ഇടയിൽ ഒരു വലിയ സ്വാധീനമുള്ള ആളാണ്. നേരത്തെ ഇവർക്ക് 7 സീറ്റ് നൽകും സമാജ്വാദി പാർട്ടി, അങ്ങനെ ഒരു അലയൻസ് ഉണ്ടായി എന്നൊരു സൂചന കേൾക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അത് മാറി വന്നിരിക്കുന്നത്. ഏതായാലും ബാഗ്പത്തിലും അതുപോലെ തന്നെ ബിജ്നോർ സീറ്റിലും ഇവർ മത്സരിച്ചേക്കും, അവർക്ക് വിട്ടുകൊടുത്തേക്കും ഇതുകൊണ്ടൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ചിലപ്പോൾ അതും ചർച്ചാ വിഷയമായി വരുന്നുണ്ട്. ഏതായാലും ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ലോക്ദൾ ചേരുന്നതോടുകൂടി NDAക്ക് എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 400 സീറ്റിൻ്റെ ഒരു കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്. ഏതായാലും 400 സീറ്റ് എന്നുള്ളത് BJP പറയുന്നില്ല, ഒരു 370 സീറ്റ്. അപ്പോൾ ഈ സീറ്റുകൾ മെച്ചപ്പെടുത്താനുള്ളൊരു പ്രധാന കാര്യം അവർക്ക് ഏറ്റവും ശക്തി കേന്ദ്രമായ UPയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കരുത്താകാൻ, അതായത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 68 സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ഇപ്പോൾ SP-യുടെ കയ്യിലൊക്കെയുള്ള സീറ്റുകളൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട്. അതിൻ്റെ ഒരു 10-29 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായാൻ ഇതുവഴി കഴിയും. ഒപ്പം തന്നെ രാജസ്ഥാനിലും പിന്നെ അവർക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഘടകമാക്കി ഉയർത്തിക്കൊണ്ട് അവിടെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ജയന്ത് ചൗധരി ഈ ചർച്ച നടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പറക്കുമ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളൊരു ഇത് കണ്ടാൽ നമുക്കറിയാം, അദ്ദേഹം പിന്നെ Xൽ കുറിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധത മുഴുവൻ രാജ്യത്തിനും പ്രചോദനമെന്നാണ് മോദി ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെ, ഈ ഇദ്ദേഹത്തിന് ചൗധരി ചരൺ സിംഗിൻ്റെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രവർത്തനങ്ങൾ അത് രാജ്യത്തിന് മുഴുവൻ പിന്നെ അദ്ദേഹത്തിന് മുഴുവൻ ഒരു പ്രചോദനമാണ്. ഇത് തൻ്റെ സർക്കാരിൻ്റെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പ്രധാനമന്ത്രി Xൽ കുറിച്ചു. അപ്പോൾ കർഷകരുടെ അവകാശങ്ങളും അവരുടെ ക്ഷേമത്തിനുമൊക്കെയായി ആജീവനാന്തം പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ചൗധരി ചരൺ സിംഗ് എന്ന് പ്രധാനമന്ത്രി അനുസ്മരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ പിന്നെ മുഖ്യമന്ത്രിയായും രാജ്യത്തിൻ്റെ അതുപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായും രാജ്യത്തിൻ്റെ പിന്നെ ഒക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, രാഷ്ട്ര നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ മഹത്തരമാണ് എന്ന് പ്രധാനമന്ത്രി ചെയ്തു. അതോടൊപ്പമാണ് ഈ തൻ്റെ അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തോടുള്ള ഒരു അർപ്പണ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പ്രധാനമന്ത്രി കുറിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ അടിയന്തരാവസ്ഥയെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള ഒരു ശ്രമം ആണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഏതായാലും പക്ഷേ ഈ അജിത് സിംഗും ഒക്കെ ഇവരൊക്കെ എല്ലാം വരുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത്. നേരത്തെ നമുക്കറിയാം ഈ അജിത് സിംഗും ഒക്കെ നേരത്തെ, അജിത് ചൗധരിയൊക്കെ നേരത്തെ
പിന്നെ BJP സർക്കാരിൻ്റെ ഭാഗമായിരുന്നത്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം മന്ത്രിയൊക്കെയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അവിടുന്ന് അങ്ങ് മാറിപ്പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ മുസഫർ നഗറിൽ നിന്ന് മത്സരിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഈ തവണത്തെ ഭാരതരത്നം നോക്കുമ്പോൾ കർപ്പൂരി ഠാക്കൂർ വഴി നിതീഷ് കുമാറിനെ കയ്യിലെടുക്കാൻ സ്വാധീനിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് LK അദ്വാനിക്ക് നൽകുന്നു. LK അദ്വാനിക്ക് ലഭിച്ചത് വൈകിയാണ് എന്നുള്ള ഒരു പരാമർശങ്ങളൊക്കെ പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും പിന്നെ BJPക്ക് അകത്ത് അദ്ദേഹത്തിന് നൽകിയില്ല എന്നുള്ളൊരു വിമർശനം, അദ്ദേഹത്തെ അവഗണിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ആ മുഴുവൻ ആളുകളെയും മോദി റദ്ദ് ചെയ്യുന്നു എന്നുള്ളൊരു അവഗണിക്കുന്നു എന്നൊക്കെയുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിജീവിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വരുന്ന ഇപ്പം ചൗധരി ചരൺ സിംഗിനും ഇത് നൽകുന്നതോടുകൂടി ഇന്ത്യൻ ഹൃദയഭൂമി എന്ന് പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരുന്നതിന് BJPക്ക് വലിയ ഒരു നേട്ടം കൊയ്യുന്നതിന് അതിന് കഴിയുന്നു എന്നതാണ്. അപ്പോൾ ഈ രാജസ്ഥാനിലും ഇതുപോലെ ഉണ്ട്. ചൗധരി ചരൺ സിംഗ് നമുക്കറിയാം, അദ്ദേഹം പിന്നെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം 5ാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പം ഈ ചൗധരി ചരൺ സിംഗ് ആകട്ടെ പിന്നെ നേരത്തെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആകുമെന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1977 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയേക്കും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നെ JPയും അതുപോലെ ആചാര്യ കൃപലാനിയും ഒക്കെ ചേർന്നാണ് അന്നത്തെ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇന്ദിരാഗാന്ധി പുറത്തായൊരു സമയമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വരും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. എല്ലാവരും മൊറാർജി ദേശായിയുടെ പേരാണ് സൂചിപ്പിക്കുകയും പറയുകയും ചെയ്തത്. ഏതായാലും അത് കഴിഞ്ഞാണ് പിന്നീട് ചൗധരി ചരൺ സിംഗിന് കിട്ടിയത്. ഈ ചൗധരി ചരൺ സിംഗിൻ്റെ ഒരു വലിയ പ്രത്യേകത, നമ്മൾ പറയുന്നത് സാധാരണ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ വിത്ത് പ്രൂവൺ മെജോറിറ്റി ഇൻ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് എന്നാണ്. അതായത് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശരിക്ക് ഇന്ത്യയുടെ ഒരു കരുത്തനായ ഭരണാധികാരി എന്ന തരത്തിലാണ് നമ്മൾ ഉൾക്കാഴ്ച ചെയ്യുന്നത്. പക്ഷേ ചൗധരി ചരൺ സിംഗിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യമേ ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ 24 ആഴ്ചയാണ് അദ്ദേഹത്തിന് പിന്നെ ഭരണത്തിൽ ഇരിക്കാൻ ഉള്ള അവസരം ലഭിച്ചത്. പക്ഷേ ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് പിന്തുണ പിൻവലിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹം രാജിവെക്കുകയാണ്. അപ്പോൾ 28 ജൂലൈ 1979 അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നു. പക്ഷേ പിന്നെ 1979 ഓഗസ്റ്റ് 20 ആകുമ്പോഴത്തേക്കും അദ്ദേഹം ആ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം ത്യജിക്കുന്നു. പക്ഷേ കെയർ ടേക്കർ പ്രധാനമന്ത്രി എന്ന നിലയിൽ 80 വരെ, അങ്ങനെ ഒരു 24 ആഴ്ച പ്രധാനമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് അതിലെ ഒരു. അപ്പോൾ മാത്രമല്ല അദ്ദേഹം ആദ്യത്തെ UPയിലെ നോൺ കോൺഗ്രസ് ചീഫ് മിനിസ്റ്ററും കൂടിയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളാണ് ചൗധരി ചരൺ സിംഗിനെ ഒരു പ്രസക്തമായ വിഷയമായി ഉയർത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിൽ വലിയ തോതിൽ, അത് ബീഹാറിൽ എങ്ങനെ കർപ്പൂരി ഠാക്കൂർ, അതേപോലെ ഉത്തർപ്രദേശിൽ ചൗധരി ചരൺ സിംഗ് ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് നൽകിയിരിക്കുന്നത് PV നരസിംഹ. നമുക്കൊരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം നമുക്ക് മടങ്ങിയെത്തുന്നതായിരിക്കും നന്നാവും. ഈ പരിപാടി heartfelt gratitude for the warmth he has shown to me and the support he has extended. So I find it for me a very family, very warm coming together. We have not entered into any of that sort of, because this is a courtesy visit after my election. So I am very happy that Prime Minister showed us the warmth, and it was the first one called was me. That shows his concern for the community. There were many delegations waiting for that. The first one called was our delegation, and he expressed that no, we are with you, and you can expect all cooperation from the government. പ്രധാനമായ കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം സൗഹാർദ്ദപരമാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയം ചർച്ചയായില്ല. അതുപോലെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്, അവിടെ ചർച്ച ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും തന്നെ പ്രധാനമന്ത്രി പരിഗണിച്ചു കാര്യമായി. കാരണം ആദ്യം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് സഭാധ്യക്ഷൻ പറയുന്നുണ്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഇത് പ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം രാഷ്ട്രീയമായി BJPക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിലുണ്ട്. സഭയ്ക്കും ചില ആവശ്യങ്ങൾ
കേന്ദ്ര ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, ക്രൈസ്തവർ നേരിടുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എങ്കിൽ പോലും ഇത് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു വേദിയായി ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ സഭ കണ്ടേക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെ. ഇലക്ഷൻ ചാനൽ ഇനി പരിശോധിക്കുന്നത് എന്തുകൊണ്ടാകാം PV നരസിംഹറാവുവിന് ഭാരതരത്ന നൽകാൻ BJP സർക്കാർ തീരുമാനിച്ചത് എന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. ഒപ്പം തന്നെ 19 ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ നിലകളിലെല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം പുത്തൻ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നതിന്റെ അതിന്റെ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിലും PV നരസിംഹറാവു അറിയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ടായിരിക്കും BJP ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചത്? മനു, അതിൽ ഒരു രസകരമായൊരു കാര്യം ആ നരസിംഹറാവു വിഷയം വീണ്ടും ഉയർത്തിക്കാണിക്കുക എന്നുള്ളതാണ്. ഈ പ്രധാനമന്ത്രി ഇതിനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴും BJP എല്ലാ തരത്തിൽ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഈ നെഹ്റു ഗാന്ധി ലെഗസിയെ മാത്രമേ അദ്ദേഹം ആക്രമിക്കുന്നുള്ളൂ. അതായത് ഇന്ദിരാഗാന്ധിയുടെയും ഈ കുടുംബത്തിൻ്റെ ലെഗസി, ഇതിൻ്റെ ഒരു കരുത്തിനെ മാത്രമേ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അദ്ദേഹം അതായത് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെയാണ് ആക്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ കുടുംബം തന്നെയാണ്. കാരണം ആരില്ലെങ്കിലും ഒരു ദേശവ്യാപകമായ ഒരു നേതാവാകാൻ രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് തന്നെ കഴിയുന്നതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം ഇങ്ങനെ പിന്നെ അതെ രാജീവ് ഗാന്ധിയുടെ മകനാണ്, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ്, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അപ്പോൾ അവരെല്ലാം അവർ ഭരിച്ചിട്ടുള്ള രക്തസാക്ഷിത്വം അത് ഈ രാജ്യം വളരെ കരുത്തും ആവേശത്തോടും കൂടി ഓർക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇവരെ ആ ഒരു പാരമ്പര്യത്തെ പൂർണ്ണമായി റദ്ദ് ചെയ്യുക എന്ന ഒരു സമീപനം നമുക്ക് ഇവിടെ വേണമെങ്കിൽ വിമർശിക്കാവുന്നതാണ്. മാത്രമല്ല നരസിംഹറാവുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയാകാനൊക്കെ വരുന്നത്. കാരണം പെട്ടെന്ന് രാജീവ് ഗാന്ധി മരിക്കുന്നു. അപ്പോൾ അങ്ങനെ നരസിംഹറാവു ഇതിൻ്റെ ലൈം ലൈറ്റിലേക്ക് വരേണ്ട ഒരു സാഹചര്യം. ഏതാണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങിയെന്ന് നിൽക്കുന്നിടത്താണ് അങ്ങനെ ഒരു ദൗത്യം വരുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലൊക്കെ അദ്ദേഹം ശ്രദ്ധേയനായി വരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചു, അദ്ദേഹത്തിന് മരണത്തിലൊന്നും വേണ്ടത്ര അംഗീകാരം കോൺഗ്രസ് നൽകിയില്ല എന്നുള്ള ആക്ഷേപം അവസാന കാലഘട്ടങ്ങളിൽ തഴയപ്പെട്ടു, വേണ്ട രീതിയിൽ അത് നൽകിയില്ല. അപ്പോൾ മാത്രമല്ല അന്ന് ഈ ശിവരാജ് പാട്ടീലൊക്കെ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തേണ്ടത് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയുടെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രത്യേകിച്ചും ആഗോളീകരണം, ഉദാരവൽക്കരണ നയങ്ങളുടെ ഒരു തുടക്കക്കാരൻ എന്ന രീതി. അതെ, കാരണം അന്ന് ഇന്ത്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാന കാര്യം നൽകിയത് അത് ഒരു നല്ല ധനകാര്യമന്ത്രി വേണം എന്നൊരു നിലപാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ IG പാട്ടീൽ എന്ന് പറഞ്ഞ് ഒരു മുൻ റിസർവ് ബാങ്ക് ഗവർണറുണ്ട്, അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തെ വിളിക്കുകയും ധനകാര്യമന്ത്രി ആകണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അതിൽ IG പാട്ടീൽ ഏതായാലും അതിന് തയ്യാറായില്ല. അങ്ങനെ പക്ഷേ എന്നാലും അദ്ദേഹം പിന്മാറിയില്ല. പിന്നെ മൻമോഹൻ സിംഗിനെ പോലെ വലിയൊരു സാമ്പത്തിക ശാസ്ത്രത്തിലെ പണ്ഡിതനെ അദ്ദേഹം കൊണ്ടുവന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിൽ ഈ ലൈസൻസ് രാജ്യം ഒഴിവാക്കുക എന്നുള്ള പിന്നെ ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ വന്ദേ മാതരം മൂവ്മെൻറ്റിലൊക്കെ പിന്നെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പിന്നെ കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നിട്ടുള്ള അപ്പോൾ കുടുംബവുമായിട്ട് ബന്ധമുള്ളായിരുന്നു. പക്ഷേ ഏതായാലും അദ്ദേഹം മരിച്ചപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഹൈദരാബാദിൽ നടത്താനായിട്ടാണ് അന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ അത് പിന്നെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ചെറിയ പിന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. ഏതായാലും ആ ഹുസൈൻ സാഗർ പിന്നെ ലേക്ക് നമ്മൾ അവിടെ ചെന്നപ്പോൾ സൂവിയൊക്കെ കണ്ടു കാണും. അപ്പോൾ ആ ഹുസൈൻ സാഗർ ലേക്കിനടുത്ത് പിന്നെ PV നരസിംഹറാവുവിൻ്റെ ഒരു ഓർമ്മഭൂമി എന്ന നിലയിലൊരു ഗ്യാൻ ഭൂമി എന്ന രീതിയിൽ അവിടെ അവർ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ TRSന് ഇത് വലിയൊരു അനുകൂല ഘടകമായിട്ട് വന്നിട്ടുണ്ട്. TRSൻ്റെ ഇതിലൊരു വലിയ രസകരമായ ഒരു കാര്യം, നരസിംഹറാവുവിൻ്റെ മകൾ സുരഭി വാണി ദേവി TRSൻ്റെ MLC-യാണ്. അവർ TRSന് വേണ്ടി മത്സരിച്ചു. അത് അവരെ ഇങ്ങനെ TRS സ്ഥാനാർത്ഥിയായി വെക്കുന്നത് പെട്ടെന്നായിരുന്നു ഒരു പ്രഖ്യാപനം. അപ്പോൾ KCRനോട് ആളുകൾ ചോദിച്ചു ഇതെങ്ങനെയാണ് പെട്ടെന്ന് നരസിംഹറാവുവിൻ്റെ മകൾ എങ്ങനെയാണ് ഇതിൽ വന്നത് എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അന്ന് അവർ ഈ പിന്നെ
മെഹബൂബ് നഗർ അതുപോലെ ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ ഹൈദരാബാദ് ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ MLC ആയി ഇവരെ നിയമിക്കുന്നത് അദ്ദേഹം പറഞ്ഞ അതിനൊരു ആദരവ് അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ആ നാടിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ അവരെ മുന്നോട്ടിറക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ മനു, ഈ വിദേശ നയം, ഭാഷ, വിദ്യാഭ്യാസം ഈ മേഖലകളിലൊക്കെ നരസിംഹറാവു നൽകിയ സംഭാവനകളും ഈ ഭാരത് രത്ന പരിഗണിക്കുന്നതിൽ നൽകുന്നതിൽ ഒരു പരിഗണനയായി കണ്ടിട്ടുണ്ടാകില്ലേ? അത് അല്ല, അദ്ദേഹം പണ്ഡിതനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നരസിംഹറാവു നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് 17 ഭാഷകൾ അറിയാമായിരുന്നു. 19 ഭാഷ 19 എന്ന് വെച്ചാൽ ഇംഗ്ലീഷും ഹിന്ദിയും കൂടാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ലാതെ ഹിന്ദിയും ഇംഗ്ലീഷും ഒഴികെ അദ്ദേഹത്തിന് പിന്നെ മറാത്തി, ബംഗാൾ, മറാത്തിയൊക്കെ അദ്ദേഹത്തിന് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. മലയാളം വരെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന് മലയാളം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഒഡീഷയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒഡിയ അദ്ദേഹത്തിന് വഴങ്ങുമായിരുന്നു, സംസ്കൃതം അറിയാമായിരുന്നു, തമിഴ് അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഇതുണ്ട്. അതുപോലെ തന്നെ വിദേശ ഭാഷകൾ അദ്ദേഹത്തിന് ഫ്രഞ്ചൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വലിയ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ഒരു നോവൽ. അത് ഇൻസൈഡർ എന്ന നോവൽ ഒരു പക്ഷേ അദ്ദേഹത്തെ കൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ് ഇൻസൈഡർ എന്ന നോവലിലൂടെ വരുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്നുള്ള വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ കളിയാക്കി പറയുന്നത് ഈ ഭാഷ വെച്ചിട്ടാണ്. കാരണം ഈ ബാബരി മസ്ജിദ് തകർക്കുന്ന ഒരു സമയത്ത് ഇത്രയും ഭാഷകൾ അറിയുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഭാഷയിൽ പോലും ഇത് ചെയ്യരുത് എന്ന് ആരോടും പറഞ്ഞില്ല എന്ന് അന്ന് അദ്ദേഹത്തെ പലരും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം നൽകുമ്പോൾ അത് ദക്ഷിണേന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റം. ആന്ധ്രാപ്രദേശിന് പുറമെ തെലങ്കാനയിലും അതൊരു സ്വാധീനം തന്നെ. തെലങ്കാനയിലാണ് അത് ഏറ്റവും പ്രധാനമായി സ്വാധീനം ചെലുത്തുക. അന്ന് പിന്നെ അത് ഒരു ആന്ധ്ര ഒറ്റ സംസ്ഥാനം എന്ന നിലയിലാണ്. ഏതായാലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അത് അദ്ദേഹത്തിന് ഒരു വലിയ സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ച് ഈ ഹൈദരാബാദ് മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അവിടെ ഒരു എക്സ്പ്രസ് വേ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സർക്കാർ, തെലങ്കാന സർക്കാർ. അപ്പോൾ ആ നിലയ്ക്ക് അത് അങ്ങനെ വരുന്നു. മാത്രമല്ല TRCയെ എപ്പോൾ കുപ്പിയിലാക്കാൻ കഴിയുമെന്നൊരു രാഷ്ട്രീയ നീക്കം ഇതിൻ്റെ പുറകിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ പല ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ കർണാടക സ്വാഭിമാൻ, ഗുജറാത്ത് സ്വാഭിമാൻ, UPക്ക് അവരുടെ ഒരു പലതരം പ്രാദേശികമായ വികാരങ്ങളുണ്ട്. ആ പ്രാദേശിക വികാരങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കർപ്പൂരി താക്കൂറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓക്കെ അതെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വിമർശനത്തിന്. സ്വാഭാവികമായും അടുത്ത ആൾ MS സ്വാമിനാഥൻ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നുള്ള MS സ്വാമിനാഥനാണ് അടുത്ത ഭാരത് രത്ന നൽകിയിരിക്കുന്നത്. അത് തമിഴ് വികാരങ്ങളെ കുറച്ചുകൂടെ ആ ഒരു രീതിയിൽ കൂടെ വ്യാഖ്യാനിച്ചൂടെ? അത് അദ്ദേഹത്തിന് പിന്നെ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലാണ് പ്രധാനമായും ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിൽ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ ഒരു അന്നത്തെ ഒരു ദാരിദ്ര്യം ഇന്ത്യയിൽ നമുക്കറിയാലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യയിൽ 35 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു. അന്ന് ഈ ജനസംഖ്യ പെരുകുന്നൊരു കണക്ക് കണ്ടിട്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പണ്ഡിറ്റ് നെഹ്റുവിനോട് ധരിപ്പിച്ചത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ആളുകൾ കൂട്ടത്തോളം പട്ടിണി കിടന്ന് മരിക്കുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ വൈകാതെ ഉണ്ടാകും എന്നതാണ്. പക്ഷേ ഇന്ന് 140 കോടി മനുഷ്യരായിട്ടും നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നത് ഒരു വലിയ നേട്ടമാണ്. അത് ഒരു പക്ഷേ നമ്മൾ എത്രയൊക്കെ തന്നെ വിമർശിച്ചാലും പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ദീർഘവീക്ഷണം ആണ് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാനാവില്ല. ഇതാണ് അതിൻ്റെ ഒരു. അപ്പം ഇതിൽ പക്ഷേ ഇന്ന് വേറൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, ഏതായാലും ഈ ഭാരതരത്ന പുരസ്കാരം ഇവർക്ക് 3 പേർക്ക് നൽകിയതിനെ സോണിയാഗാന്ധി പിന്നെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ TRS ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ളൊരു നീക്കം എന്ന നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഉയരുന്നൊരു ചോദ്യം, ഏതുകൊണ്ട് പിന്നെ ഈ ബിജു പട്നായിക്കിന് കിട്ടുമോ, NT രാമറാവുവിന് ഭാരതരത്നം കിട്ടുമോ, SD ദേവഗൗഡയ്ക്ക് ഭാരതരത്ന സാധ്യതയുണ്ടോ, ജയലളിതയ്ക്ക് ഭാരതരത്ന സാധ്യതയുണ്ടോ എന്നൊക്കെ ഘട്ടമായി ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത് പോലും വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ ഇയറിൽ ADMK പിണക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ OPS ഒക്കെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ അവിടെ ഉണ്ടായിട്ടുള്ളൊരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണമെങ്കിൽ ജയലളിതയ്ക്ക് ഒരു ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ അത് കഴിഞ്ഞേക്കും. ഏതായാലും അത് വലിയ ഒരു ഭാരതരത്നം നാളിതുവരെ ഇല്ലാത്ത തരത്തിലേക്ക് ചർച്ചയായി മാറി എന്നുള്ളത്. അത് ഇതിങ്ങനെ പറയുമ്പോൾ BJP കേന്ദ്രങ്ങളെല്ലാം അതിനെ ആദ്യം ഖണ്ഡിക്കുന്നത്
പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തിന് തന്നെ ഭാരതരത്ന കൊടുത്തു, ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് തന്നെ ഭാരതരത്ന കൊടുത്തു. ഞങ്ങളേതായാലും മറ്റുള്ള ആളുകൾക്കാണ് കൊടുക്കുന്നത് എന്ന ഒരു ഇതാണ്. ഏതായാലും നരസിംഹറാവു ഈ ഇപ്പം അയോധ്യ പൂർത്തീകരിച്ചൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലാണല്ലോ ഇത് തകർക്കപ്പെടുന്നതും ഒക്കെ. പിന്നെ അന്നത്തെ ഇന്ത്യ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് എസ് നരേന്ദ്രൻ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് LK അദ്വാനിയും അതുപോലെ പിന്നെ വാജ്പേയിയും ഇങ്ങനെ പള്ളി പൊളിക്കില്ല എന്ന് തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു, അത് ലംഘിക്കപ്പെട്ടു എന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന് എസ് നരേൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മനു, നമുക്ക് സമയപരിമിതിയുണ്ട്. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭാരതരത്ന നൽകുന്നതിൽ രാഷ്ട്രീയമുണ്ടോ എന്നായിരുന്നു ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം.